അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമാണ് ചെയ്യുന്നത് മനസ്സിലായ മൊമെന്റിൽ നമുക്ക് ചില ആക്ടേഴ്സ് ഒക്കെ അവരായിട്ട് തന്നെയാണ് സ്ക്രീനിലും പെർഫോം ചെയ്യുന്നത്. പക്ഷെ മനോജ് ചേട്ടന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഓരോ സിനിമയിലും ഓരോ കഥാപാത്രത്തിനും ഓരോ ലുക്സ് ആണ്, ഓരോ രീതിയിലുള്ള മാനറിസങ്ങൾ അദ്ദേഹം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്, ഭാഷയിൽ പോലും മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഈ അവിടെ മനോജ് കെ ജയന്റെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാൻ, എന്തായിരുന്നു ഐഡിയ? അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് പരിപാടിയൊക്കെ ഞാൻ വായിച്ചു നോക്കി, ക്യാരക്ടർ പരിപാടി ഞാൻ ജോഫിനെ ഡിസ്കസ് ചെയ്തു, റൈറ്ററായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെയാണ് വക്കച്ചൻ്റെ ഒരു പരിപാടികൾ, ഇങ്ങനെയൊക്കെയാണ്, ഇയാൾ വലിയ ദുഷ്ടനൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ചെറിയ ചെറിയ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു പരിപാടി കിട്ടി, ഓക്കെ ഇത് പിടിക്കാം എന്നുള്ള സംഭവം. പിന്നെ ഭയങ്കര എക്സ്പ്രസീവ്, ആ സമയത്ത് ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് അല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരിപാടി പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മതി, ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി, കറക്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫ്ലോലങ്ങ് ചെയ്തു. വളരെ സബ്റ്റിലിറ്റി ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും പെർഫോമൻസിലും. അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം പോലെ. ഇവരുടെ എൻ്റെ ചെറുപ്പകാലമായിട്ട് ഇവർ ചെയ്യുമ്പോഴും അവിടെ പോലെ ആ ഒരു രീതി കൊണ്ടുവരാൻ ജോഫിന് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടായിരിക്കാം എൻ്റെ ക്യാരക്ടറിനെ അവസാന കാലത്തേക്ക് എത്തുമ്പോഴത്തേക്കും അത്രയും സെറ്റിലായിട്ട് പെർഫോം ചെയ്യാൻ സഹായിച്ചത്. ഈ ബിഗ് ബി ലുക്ക് ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ആരുടെ ഐഡിയ? ശരിക്കും ബിഗ് ബിയിൽ ഒരു കുഞ്ഞ് ഒരു ചെറിയ ഒരു വാരൂടെ ഉണ്ട്, ചെറിയൊരു സാധനം ഉണ്ട് ഇവിടെ. അതല്ല, അത് ജോഫിൻ പറഞ്ഞാൽ ക്യാരക്ടർ 10-60 വയസ്സിന് മേലെ ഉണ്ട് ചേട്ടാ. അപ്പം ഗെറ്റപ്പ് നമുക്ക് എന്തായാലും ഒന്നും പറ്റും, ഉറപ്പായിട്ടും ചെയ്യണമല്ലോ, ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതിലോ ഇല്ല, പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യും കുറച്ചൊന്ന്. ഇപ്പോഴുള്ള മനോജ് കെ ജയനോട് ഒന്ന് ഷ്രിങ്കായ പോലെ തോന്നും. കോസ്റ്റ്യൂമിന്റെ ആയിരിക്കണം, ഫിറ്റിംഗ് കോസ്റ്റ്യൂംസ് ഒക്കെ അതുകൊണ്ടായിരിക്കും. അപ്പോൾ റോണക്സിനും നമുക്ക് സ്പെഷ്യൽ, റോണക്സിനെ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. സമീര, അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടുണ്ട് ഈ ക്യാരക്ടറിന് അല്ലേ. ഡയറക്ടറും റൈറ്ററും മാത്രമല്ല, ഇവരുടെ ഒരു വലിയ സപ്പോർട്ട്. എപ്പോഴും നമ്മളൊരു ക്യാരക്ടറിലേക്ക് കയറുമ്പോൾ ഈ കോസ്റ്റ്യൂംസും സാധനങ്ങളും മേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 60% നമ്മൾ കണ്ണാടി നോക്കിയുമ്പം ഇത് വക്കച്ചനാണ് അല്ലെങ്കിൽ ഇത് പുഷ്പമാണ് നമുക്കും തോന്നും. നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ? എനിക്കറിയില്ല, ആഫ്റ്റർ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് പിന്നെ നമ്മൾ അതിലേക്ക് കയറി പോയാൽ മതി, വലിയ പണികളില്ല. പക്ഷെ നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത സാധനം കയറണം. എങ്കിൽ ഇത് വലിയ സഹായകമാണ് മേക്കപ്പും കോസ്റ്റ്യൂംസും. ആ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു വാമപ്പ്. ഇപ്പൊ ഈ നുണക്കുഴിയിലെ പോലുള്ള അഴിഞ്ഞാടൽ ക്യാരക്ടേഴ്സിനാണോ അതോ വക്കച്ചനെ പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഉള്ളിന്നൊരു പുഷ് കൊടുക്കേണ്ടി വരാറ്? എല്ലാത്തിനും ഒരേ പുഷൊക്കെ തന്നെ. അത് ഞാൻ നുണക്കുഴിയിൽ സിനിമാ നടൻ സൂപ്പർ സ്റ്റാറായ സുന്ദരനാഥായിട്ട് നമ്മളൊന്ന് കണ്ടിരുന്നു. ഇതിന്റെ തന്നെ ഈ സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞാൻ കണ്ടിട്ട് പറയുന്ന സൂപ്പർ സ്റ്റാറാണ്. അയാളും ഈളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം. അപ്പൊ നമ്മളതേ പ്രൊമോഷൻ ഞങ്ങൾ കണ്ടിരുന്നു നുണക്കുഴി. ശരിക്കും പറഞ്ഞാൽ പടത്തിനേക്കാൾ വലിയ ഇന്റർവ്യൂസ് ആയിരുന്നു. എത്ര അഴിഞ്ഞ അർമാദിക്കില്ല, ഞാനും ബൈജുവും സിദ്ദീഖും എല്ലാം കൊണ്ടിരുന്നുണ്ട് ബേസിലും. അപ്പൊ ഞാൻ ഈ പടത്തിന്റെ പ്രൊമോഷനെ വിളിച്ചില്ല, ആരും അങ്ങനെ ആദ്യമൊന്നും വിളിച്ചില്ല. അപ്പൊ എനിക്ക് എന്താ വിളിക്കാത്ത, സാറിന് എവിടെയെങ്കിലും മാളത്തിൽ പോയിരുന്ന അവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ അവിടെ പോയിരുന്ന വല്ല ചളവടിച്ച് എല്ലാം സ്പോയിലറായി, കുഴപ്പമാകണ്ടെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം വിളിക്കാത്തായിരുന്നു. പിന്നെ മനസ്സിലാക്കി അത് തന്നെയായിരുന്നു തോന്നുന്നു. ഇപ്പൊ വളരെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സമയം ഭയങ്കര സന്തോഷമല്ലേ. ഇന്ന് 203 സെന്റർ ചെയ്ത് 230 സെന്ററിലേക്ക് ഇന്നും മാറി പടം. അത്രയധികം ഗ്രേറ്റ് സക്സസ് ആണ്. 25 കോടിക്ക് മുകളിൽ കളക്ഷനിലേക്ക് എത്തുന്നു. അല്ല സാർ, ഇപ്പം ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയാൻ അപ്രോച്ച് ചെയ്യൂലോ. ഇപ്പൊ കളിയേശന്റെ കഥാപാത്രമോ അല്ലെങ്കിൽ ഇപ്പം സുഹൃത്തിന്റെ കഥാപാത്രം ഒന്നും അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട് അതിനകത്ത്. അത് പറയുമ്പോ ഈ ഉള്ളിൽ തത്തിക്കളിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ എപ്പോഴും, അത് അങ്ങനെ ഓഫാക്കി വെക്കും. അതൊക്കെ ഓഫാക്കും. നമ്മൾ അവിടെ സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ മാറും. അതുവരെ നമ്മൾ സാധാ മനോജ് കെ ജയൻ തന്നെയാണ്. നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അത് ആ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ വിഷയമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ സീരിയസ് അപ്രോച്ച് ഫ്രെയിമിൽ അല്ലെ ക്യാമറയ്ക്ക് മുന്നിൽ പക്കയായിരിക്കും, അതിൻ്റെ അടുത്ത് കോംപ്രമൈസ് ഒന്നുമില്ല. പുഷ്പത്തിന്റെ ഈ നോട്ടങ്ങളുണ്ട് ചില ഏരിയകളിലേക്ക്. അവർ ഒരു വട്ടം നോക്കിയ ശേഷം പിന്നെയും അവിടത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ആ നോട്ടങ്ങളിൽ നിന്നുള്ളതാണ് പിന്നെ പല പ്ലാനുകളായിട്ട് രൂപപ്പെടുന്നത് ഈ സിനിമയുടെ അകത്ത് തന്നെ. ഈ നോട്ടങ്ങളുടെ സമയത്ത് ഇങ്ങനെയുള്ള ചില കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നിഗൂഢമായിട്ടുള്ള നോട്ടങ്ങൾ വേണമെന്നൊക്കെ ജോഫിൻ പറഞ്ഞിരുന്നോ?
ചിലയിടത്ത് പറഞ്ഞിരുന്നു, ചിലയിടത്ത് നമ്മൾ തന്നെ കൈ നിന്നിട്ട് നോക്കും, നമ്മൾ തന്നെ അങ്ങോട്ട് ഒന്ന് ഇട്ട് കൊടുക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരപ്പം തന്നെ പറയും വേണ്ട വേണ്ട മറ്റേതായിരുന്നു ബെറ്റർ. അപ്പോൾ അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്തിൽ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ടാൻ ആവണം കുറച്ച്, ആ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? ഐഡിയ തന്നെയാണ്. യെസ് ആ ക്യാരക്ടറിന്റെ ലുക്ക് അനുസരിച്ച് ഒരു വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്ക് ആ ലുക്ക് വേണമെന്നായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ. ഈ സാരി ക്യാരി ചെയ്യുന്ന ഒരു വിധമുണ്ടല്ലോ, സാരിനെ പല വിധങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സംസാരിക്കണോ? കുറച്ചുകൂടെ നാൾ കഴിഞ്ഞിട്ട് സംസാരിച്ചാ പോരെ? അങ്ങനെ അല്ല, മീൻ സാരികൾ അങ്ങനെ റെഗുലർ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നോ? അങ്ങനെയൊക്കെ അല്ല, അങ്ങനെയല്ല, മീൻ പ്രത്യേക ഒരു ഏരിയ അല്ല, അതല്ലാതെ കേട്ടോ. ഇടാറുണ്ട്. പിന്നെ ഓരോ സീനില് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഇൻപുട്ട് അവര് ശരിക്കും ചോദിക്കുന്നുണ്ട്. ലൈക്ക് സ്ക്രിപ്റ്റിൽ കാണുന്ന പോലെ അല്ലായിരിക്കും എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, എക്സിക്യൂഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ ഇൻവോൾവ്മെന്റും അവർ ആവശ്യപ്പെടുന്നുണ്ട്. മനോജേട്ടാ, ഈ സിനിമ സാധ്യമാവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീ മമ്മൂട്ടി എന്ന നടൻ കാണിച്ചൊരു സന്നദ്ധതയുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം സിനിമയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ കൂടി ഒരു തെളിവായിട്ട് വേണം അതിനെ മനസ്സിലാക്കുക. കാരണം ഈ ഒരു അദ്ദേഹം തന്നെ ഭാഗമായിട്ടുള്ളൊരു വലിയ സിനിമ, അതിനെ ചുറ്റിപ്പറ്റിയ ഒരു ക്രൈം വേൾഡിനെ പറ്റി ആ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് അത്ര എളുപ്പത്തിൽ ഒരാളങ്ങനെ പെർമിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രകടനങ്ങളെ കൂടി അദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3 പേർക്കും മമ്മൂട്ടി എന്ന നടൻ ഈ സിനിമയുടെ ആ വിധത്തിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ കാണിച്ച സന്നദ്ധതയെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അല്ല, മമ്മൂക്ക ഒരു പൊതുവേ ഒരു ഏറ്റവും നന്മയുള്ള മനുഷ്യർപ്പെടുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഇത്രയും മനസ്സുകൊണ്ട് നന്മയുള്ള ഒരാളെ കാണാൻ കിട്ടും. ഈ പുറത്ത് കാണിക്കുന്നത് വെറും പൂച്ചാണ്, ഒരു കാര്യമില്ല. ഉള്ളുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നാൽ അപ്പം കണ്ണു നിറയും. അതാണ് മമ്മൂക്ക. അത്രയേ ഉള്ളൂ മമ്മൂക്ക. ഇത്രയും ചെറിയ മനസ്സാണ്. അപ്പോൾ ഇത് ആ പുള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ സിനിമയായിട്ട്. ഇപ്പോൾ ജോഫിനെ തന്നെ ആദ്യം കൊണ്ടുവന്ന് മമ്മൂക്കയില്ല, ആൻഡോ ജോസഫ് മമ്മൂക്കയുടെ ഏറ്റവും സ്വന്തം സഹചര്യമായിട്ട് കൂടെ നിൽക്കുന്നതാണ്. അങ്ങനെ മമ്മൂക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലയമാണ് ഈ സിനിമയുടെ പിന്നിൽ. ആസിഫിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് വലിയ ഗുണമുണ്ടാവുമോ? എൻ്റെ ഒരു കേസ് കൊണ്ടൊരു ഗുണമുണ്ടാവുമോ? എന്താ സിമ്പിൾ കേസ്, നടക്കട്ടെ ഞാൻ ഉണ്ടാവും കൂടെ, ഒറ്റയ്ക്ക് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ മനസ്സ് തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ അത് മമ്മൂക്കയ്ക്കുണ്ട്, എക്കാലത്തും ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നില്ലേ. ഒരു സൂപ്പർ ഹിറ്റ് അവിടെ തന്നെ കിട്ടി ആ എസിൽ. അല്ലെങ്കിൽ ഈ സിനിമയില്ല, ഇന്ന് നമ്മളിവിടെ ഇരിക്കില്ല, നമ്മളാരും ഇവിടെ ഇരിക്കില്ല, ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മമ്മൂക്കയുടെ വലിയ മനസ്സാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. കേക്കൊക്കെ എടുത്തു തരുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ? ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വേറെ ഏതോ വേൾഡിനെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, കേക്ക് കിട്ടുമോ, കേക്ക് കിട്ടും. അപ്പം നിശാന്തേട്ടൻ ബാക്കിലേക്ക് കിട്ടുക, പക്ഷേ കേക്ക് കിട്ടും, വേറെ കിട്ടുമോ അറിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും കിട്ടിയില്ലെങ്കിലോ. പക്ഷെ നമുക്ക് കേക്ക് തരുമ്പോൾ എന്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, അത് എന്താണെന്ന് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. എന്തോ പറഞ്ഞു നമുക്ക്, എനിക്ക് ഓർമ്മയില്ലെന്നോ. ഞാൻ മറ്റേ ബ്ലിസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുക, കേക്ക് കിട്ടി, ഓക്കെ ബ്ലിസ്. എല്ലാവരുടെയും വായിൽ തന്നെ കേക്ക് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ആരും ചെയ്യാറില്ല. അത് പ്രത്യേകിച്ച് നമുക്ക് അത്രയും ബിസി ആയിട്ടുള്ള ആള്. കാരണം തൊട്ടടുത്ത ഹോളിൽ അടുത്ത ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ വേണേ പോകാനുള്ള ധൃതിക്ക് അദ്ദേഹം പോവാം. പക്ഷെ എല്ലാവർക്കും കയ്യിൽ കൊടുക്കാതെ വായിൽ തന്നെ വെച്ചു കൊടുത്തു. അത് വലിയൊരു പുതിയ കാഴ്ചയായിരുന്നു. നമ്മളാണ് പോലും ചെയ്യില്ല. നമ്മൾ എത്ര കേക്ക് കട്ടിങ് സെറമണിക്ക് പോയിരിക്കുന്നത് പലതരം. പക്ഷെ അവിടെ നമ്മൾ 1-2 പേർക്ക് കൊടുത്ത് ബാക്കിയൊക്കെ നീ എല്ലാവരും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പോകും. അതും വലിയൊരു കാഴ്ചയായിരുന്നു, പുതിയ കാഴ്ചയായിരുന്നു. അതെ, ഈ മമ്മൂട്ടി ചേട്ടന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അത് അദ്ദേഹം കേക്ക് തന്നത്, ആ മൊമെന്റ് എങ്ങനെ ഓർക്കുക കലാകാരി എന്നുള്ള രീതിയിൽ? നമ്മള് ഉണ്ണി പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കരിയറിൽ സംഭവിക്കുമ്പോൾ പ്രത്യേകതരം ഒരു ഹാപ്പിനെസ് ആണ്. ലൈക്ക് ഞാൻ ആക്ടർ ആവണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലൂടെ ഓടുന്നേ ഇല്ല. ലൈക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം, അതിൽ നിന്ന് അടുത്ത സിനിമ ചെയ്യണം, ആൾക്കാർ സിനിമ കാണണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനും അപ്പുറമുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശരിക്കും നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതിനോട്.